നല്ല തുടക്കമാവട്ടെ. ചുള്ളിയോട്ടുകാരനുമായിട്ടുള്ള ശ്രീ ഹമീദ് കൂരിയാടിന്റെ ഒരു സ്വപ്ന ഭവന പദ്ധതിക്കാണ് ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സൽമാൻ ഫായിസ് റെസിഡൻസി എന്ന പേരിൽ 4 കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ കുറിച്ച് ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഇവിടെ വേദിയിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മോട് സംസാരിക്കുന്നത് 3 തവണ ഗുരുവായൂർ MLA-യും അതുപോലെ തന്നെ പ്രവാസി സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വഖഫ് ബോർഡിന് മുൻ ചെയർമാനും ഒക്കെ ആയിരുന്ന സർവോപരി ഇപ്പോ CPIM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായി തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് KV അബ്ദുൽ ഖാദർ അവர்களാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി ചുള്ളിയോട് പ്രദേശത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടി അദ്ദേഹത്തുള്ള സ്നേഹത്തോടു കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷനായിരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനും നോവലിസ്റ്റുമായിട്ടുള്ള ശ്രീ അർഷാദ് ബത്തേരിയാണ്. അർഷാദിനെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമെന്ന് തോന്നുന്നില്ല, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹമാണ് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ
മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പുരോഗമന പ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് കെ റഫീഖാണ്. വിശേഷണങ്ങൾക്കൊന്നും കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. റഫീഖിനെ വയനാട് ജില്ലയിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരാൾ കൂടിയാണ്. വളരെ ചെറുപ്പത്തിന്റെ പരിശോധനയോട് കൂടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഇന്ന് എത്തിച്ചേർന്ന സഖാവ് കെ റഫീഖിനെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേരാമെന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിന്ദു അനന്തൻ, ശ്രീമതി ബിന്ദു അനന്തൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിലുള്ള നമ്മുടെ സുൽത്താൻ ബത്തേരി CPM ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് ജയപ്രകാശ് ചേട്ടനെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചുള്ളിയോട് വ്യാപാരി വ്യവസായി അസോസിയേഷന്റെയും കരിസ്മാര ക്ലബിന്റെയും ഒക്കെ നേതൃസ്ഥാനം വഹിക്കുന്ന ശ്രീ TC വർഗീസേട്ടനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ജില്ലാ ബ്ലോക്ക് തല നേതൃസ്ഥാനം വഹിക്കുന്ന വൈദ്യൻ കടിപ്പാറ അറിവുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സുരേഷേട്ടൻ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്പലവർ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും ഇവിടെ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ മഹനീയമായ കർമ്മത്തിലേക്ക് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ നന്ദി പറയുന്നത് അമേരിക്കന്റെ അനിൽ കൂടിയായിട്ടുള്ള സലീംകയാണ്. അദ്ദേഹത്തെയും പരിപാടിയിൽ സ്വാഗതം. അതോടൊപ്പം തന്നെ പ്രവാസി സംഘത്തിന്റെയും പ്രവാസി സംഘത്തിന്റെയും അതുപോലെ തന്നെ ഇവരുടെ നമ്മുടെ ചുള്ളിയോട് ഉള്ള പ്രവാസി കൂട്ടായ്മയുടെ ആളുകള്, കൂടാതെ പ്രവാസി സംഘത്തിന്റെ ഇതൊരു പ്രവാസ ലോകത്തിലുള്ള അവരുടെ സ്വപ്നത്തിന്റെ ഭാഗം കൂടിയായിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രവാസി സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നാടുവട്ടൻ, സലിമാണി തുടങ്ങിയവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും കരുത്ത് പറയുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ടാണ് കൂടുതൽ പോകാത്തത്. എല്ലാവരെയും ഒറ്റവാക്കി സുരേഷ് കൂടെ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എല്ലാവരെയും ഒറ്റവാക്കി, ഓരോരുത്തരെയും വേദിക്ക് മുമ്പിലിരിക്കുന്ന ആളുകളടക്കമുള്ള എല്ലാവരെയും ഒറ്റവാക്കി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷസ്ഥാനം നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീ അർഷദ് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഇവിടെ സ്വാഗതം, ഷാജി കോട്ടയിൽ സ്വാഗതം പറഞ്ഞപ്പോൾ ഓരോ വ്യക്തികളെ കുറിച്ചും അവരുടെ മേഖലകളെ കുറിച്ചൊക്കെ സംസാരിച്ചതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഓരോ വ്യക്തിക്കും മനുഷ്യനൊരു സ്വപ്നം പേറി നടക്കുന്ന ഒരു ജീവിയാണ്. എല്ലാ മനുഷ്യരും, ഏത് തൊഴിലാളിയും ഏത് കലാകാരനും ഏത് രാഷ്ട്രീയക്കാരനും സമ്പന്നനും അല്ലാത്തവനുമൊക്കെ സ്വപ്നങ്ങൾ പേറി നടക്കുന്ന ഒരു ജീവിയാണ്. നമ്മുടെ ഉള്ളിൽ നമ്മളൊരു ബോധം ഉണരുന്ന സമയം തൊട്ട് യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ സ്വപ്നങ്ങളിലാണ് ജീവിക്കുക. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അകലെയുള്ള അമീർ കൂരിയാട് എന്നുള്ള വ്യക്തിയെ ഞാൻ കാണുന്നത് ഞാൻ ദുബായിൽ ഒരു പ്രോഗ്രാമിന് സമയത്ത്. അതിനു മുമ്പൊക്കെ അദ്ദേഹം എന്നെ വായിക്കാറുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ പഴയകാല പുസ്തകങ്ങൾ കണ്ടപ്പോഴൊക്കെ സന്തോഷം തോന്നി. അങ്ങനെയുള്ളൊരു സൗഹൃദത്തിൻ്റെ പിൽക്ക് പലതവണ ആ രാജ്യത്ത് പോകുമ്പോൾ കാണുകയും കുടുംബത്തെ കാണുകയും പുസ്തകങ്ങളോടും എഴുത്തിനോടൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം നമുക്ക് പൊതുവെ വായിക്കുന്നവരെയും പുസ്തകം സൂക്ഷിക്കുന്നവരൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. ഇപ്പം ഇവിടെയുള്ള അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അദ്ദേഹം നല്ലൊരു വായനക്കാരനായതുകൊണ്ടാണ് വളരെ മുമ്പ് അദ്ദേഹത്തെ പരസ്പരം അറിയാം, നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം അങ്ങനെയുള്ള അമീർ കൂരിയാട് എന്നൊരു വ്യക്തി അയാളുടെ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് സ്വന്തം നാട്ടിൽ തൻ്റെ വീടിനേക്കാൾ വലുത്, പൊതുവെ മലയാളിക്ക് ഒരൊറ്റ കുഴപ്പമുണ്ട്, മലയാളി ലോകത്ത് ഒരു ജനതയും കാണിക്കാത്ത ഒരു സംഭവം കാണിക്കുന്ന ഒരു ജനതയാണ്. കാരണം അവൻ എപ്പോഴും വലിയ വീടുണ്ടാക്കിയിട്ട് വലിയ ആളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു ജീവിയാണ്. ലോകത്ത് എവിടെയില്ല. യൂറോപ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും. മലയാളീനെ പോലെ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട്, യൂറോപ്പിലും ഗൾഫിലൊക്കെ. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഏറ്റവും വലിയ വീടുണ്ടാക്കും. പിൽക്കാലത്ത് മക്കളൊക്കെ പല ഭാഗത്തേക്ക് പോകും. ഏകാന്തത ഭക്ഷിച്ച് മരണം. ഞാൻ എൻ്റെ ലാസ്റ്റ് മാസം എഴുതിയ നോവൽ ഞാൻ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ കാത്തു നിൽക്കുന്നത് മരണത്തെക്കാൾ വലിയ ഏകാന്തതയാണ്. ഏകാന്തത പിടികൂടി ജീവിക്കും. അപ്പം അങ്ങനെയൊന്നും അല്ലാതെ വളരെ സിമ്പിളായി ജീവിക്കുന്ന ഒരാള് അയാളുടെ നാട്ടിൽ തനിക്ക് വേണ്ടിയല്ല. എനിക്ക് ഇന്ന് അങ്ങനത്തെ ഒരു വാചാൻ വരുമ്പോൾ ഇപ്പോൾ സാഹിത്യ പരിപാടിയാണെങ്കിൽ എന്ത് സംസാരിക്കണം നമുക്കൊരു ധാരണയുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ എന്താ സംസാരിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്താ പറയേണ്ടത്, വ്യക്തിബന്ധമാണോ പറയേണ്ടത്, അല്ലെങ്കിൽ എന്താ പറയാനുള്ളതിനെ പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി, ഒരാൾ അയാൾക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്കും കൂടി വേണ്ടി ജീവിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അയാൾ ശരിയായ മനുഷ്യനാവുന്നത്. ഇപ്പോൾ നമ്മൾ പറയും ഈ ദാർശനിക ബോധമുള്ള രാഷ്ട്രീയക്കാരില്ലാത്തതിൻ്റെ ദുരന്തമാണ് നമ്മുടെ രാജ്യമൊക്കെ അനുഭവിക്കുന്നത്. ഇപ്പോൾ ദാർശനിക ബോധമുള്ള രാഷ്ട്രീയക്കാരുണ്ടാകുമ്പോഴാണ് സമൂഹത്തിന് ഒരു ലൈറ്റ് ഉണ്ടാവും, ഒരു വെളിച്ചം കിട്ടും, കുറേ ഭയങ്ങളില്ലാതാവും.
അപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പം അതുപോലെ തന്നെയാണ് സാധാരണ മനുഷ്യൻ. അങ്ങനെ തന്നെ അവൻ്റെ ഉള്ളിൽ ഒരു ദാർശനിക ബോധമുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തെ ചായപ്പീടികളിലൊക്കെ കാണുന്ന സാധാരണ മനുഷ്യർ വലിയ ബുദ്ധിജീവികൾ പറഞ്ഞതിനേക്കാൾ വലിയ സാമൂഹ്യ നിരീക്ഷണങ്ങൾ നടത്തും. അതുകൊണ്ടാണ് MN വിജയൻ മാഷ് പറഞ്ഞത്, വാക്കുകൾ ഉണ്ടാകുന്നത് ബുദ്ധിജീവികളിൽ നിന്നോ സാഹിത്യകാരന്മാരിൽ നിന്നോ അല്ലെങ്കിൽ സർവകലാശാലയിൽ നിന്നോ അല്ല, വാക്കുകൾ ഉണ്ടാകുന്നത് അങ്ങാടിയിൽ നിന്ന്, തെരുവിൽ നിന്ന്, തൊഴിലാളികളിൽ നിന്ന്. അതുകൊണ്ടാണ് ഇഞ്ചി ചുക്കായി എന്ന വാക്കുണ്ടായത്. അപ്പം അതുപോലെ ഹമീദ് കൂരിയാടൻ എന്ന വ്യക്തി ഇങ്ങനെ ഒരു താമസ സൗകര്യം എടുക്കുമ്പോൾ സത്യത്തിൽ അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ്. തൻ്റെ പിൻതലമുറയ്ക്ക് വേണ്ടി വാക്കി വെക്കുന്ന അല്ലെങ്കിൽ തൻ്റെ പിൻതലമുറയ്ക്ക് വേണ്ടി ഒരു ജീവിത വഴി ഒരുക്കുന്ന ഒരു സംഭവമാണ് ഇത്. അതൊരു വലിയ കാര്യമാണ്. അതാണ് എല്ലാ മനുഷ്യരും ചെയ്യുന്നത്. നീക്കിയിരിപ്പ്, നമ്മൾ സാധാരണ ആളുകൾ നീക്കിയിരിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന രാഷ്ട്രീയക്കാരനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ടാവുമ്പോഴാണ് സമൂഹത്തിൽ എപ്പോഴും സഹായം, സ്നേഹം എന്നൊക്കെ സംഭവത്തിൽ അർത്ഥവും വേരും ഉണ്ടാവും. അതുപോലെയാണ് ഇന്നിവിടെ എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളൊരു ഫ്ലാറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഉണ്ടാക്കുക, അവിടെ പുതിയ ആളുകൾ വരിക, ആ ആളുകൾ ആ പരിസരത്ത് ഉണ്ടാക്കുന്ന, അങ്ങനെയാണ് ഓരോ പരിസരങ്ങളും വലുതാവുക. അത് അവരെ കുറച്ച് നമ്മളിതുവരെ കാണാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ ഇവിടെ വന്ന് താമസിക്കുക. അങ്ങനെ ആളുകൾ വരുന്നു, അവരുണ്ടാക്കുന്ന ചില പുതുമകളുണ്ടാവും, അവരുണ്ടാക്കുന്ന ചില നല്ല കാര്യങ്ങളുണ്ടാവും, മോശം കാര്യമാണ് നാട്ടുകാർ അവരെ കൈകാര്യം ചെയ്തോളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൽ, കാരണം പ്രവാസികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് മുൻകാലങ്ങളിൽ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വർഷത്തിലോ 2 വർഷമോ വരുമ്പം ഒരു സ്പ്രേ തരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് തരുന്ന, അല്ലെങ്കിൽ ഒരു പഴയ കാലത്തെക്കാളും മുണ്ടും ഷർട്ടും കൊടുക്കുന്ന ഒരു പ്രവാസികളായിരുന്നു. പ്രവാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് എഴുതപ്പെട്ട ഒരുപാട് മനുഷ്യർ ജീവിതം ഇവിടെ കാണുന്ന അത്തറിൻ്റെയോ വാച്ചിൻ്റെയോ പളവളപ്പല്ല അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ പോയി കണ്ടാണ്. അത് അവിടെ ചെന്ന് കാണുമ്പോഴാണ് അവിടെ ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും ചൈനക്കാരനും റഷ്യക്കാരനൊക്കെ ഒരു വീട്ടിൽ തന്നെയാണ് ചോറുണ്ടാക്കി കഴിച്ചു പോകുന്നതെന്നുള്ള അത്ഭുതകരമായ കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയവും ഇല്ല, മതവും ഇല്ല, ജാതിയില്ല, വർഗവും ഇല്ല. രാവിലെ ഇന്ത്യക്കാരൻ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം ഉച്ചയ്ക്ക് വന്ന് ചൈനക്കാരനോ അല്ലെങ്കിൽ പാകിസ്ഥാൻകാരനോ ബംഗ്ലാദേശിനോ കഴിച്ച് വൈകുന്നേരം വേറെ എത്തുമ്പോൾ വേറൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ പ്രവാസത്തിൻ്റെ ചൂരും 43 വർഷം അനുഭവിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു നിമിഷമായത്, ഇത് ഞാൻ എൻ്റെ മകനോ എൻ്റെ പേരക്കുട്ടികൾക്കോ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലാക്കുന്നതിന് വേണ്ടി ഞാൻ നീക്കിയിരിക്കുന്നു എന്നുള്ളിടത്ത് അദ്ദേഹം ജീവിത വിജയം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ലോകത്തെ ഡെയ് കാർണിക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവിത വിജയങ്ങളെ കുറിച്ച് പുസ്തകം എഴുതിയത്, ഒരുപാട് പുസ്തകമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിത വിജയമല്ല നമ്മുടെ വിജയം. നമ്മൾ സാധാരണ ജീവിതങ്ങളിൽ നിന്ന് അതിജീവിക്കുന്ന മനുഷ്യരാണ്. ഫുട്ബോൾ കളിച്ച് ലാറ്റിൻ അമേരിക്കൻ ഗ്രാമങ്ങളിൽ തുണിയിൽ ചാക്കുനൂല് കെട്ടി ഫുട്ബോൾ കളിച്ച ഒരാളെയാണ് മാറഡോണ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു ഫുട്ബോളർ ഉണ്ടായിരുന്നു. അങ്ങനെ ആരും നമ്മൾ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മനുഷ്യനൊക്കെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്തെ ദാരിദ്ര്യത്തിലെ ഒരു ചുട്ട ചപ്പാത്തി, കരിഞ്ഞുപോയ ചപ്പാത്തിയുടെ വേദന ചവച്ച എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണല്ലോ എന്ന് കരുതി അദ്ദേഹം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹാനായ 20ാം നൂറ്റാണ്ടിൽ കണ്ട ചാപ്ലിൻ ദാരിദ്ര്യത്തിൻ്റെയും ഭ്രാന്തിൻ്റെയും ഇടയിലായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും എല്ലാ ലോകത്തും എല്ലാ ഗ്രാമങ്ങളിലും അവനവന് ജീവിക്കാനുള്ള അവസരവും അവനവന് ജീവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളത് കണ്ടെത്താറില്ല എന്ന് മാത്രം. പക്ഷേ പ്രവാസികൾ അങ്ങനെയല്ല. അവരുടെ ജീവിതം പോകുന്നതന്നെ അവരിവിടുന്ന് നാട് വിടുമ്പോൾ അവർ കൂടെ കൊണ്ടുപോവുക കുറച്ച് പഴയ പാട്ടുകളാണ്, കുറച്ച് നാട് ഓർമ്മകളാണ്, കുറച്ച് കല്യാണ വീടുകളിലെ അനുഭവങ്ങളാണ്. ഇങ്ങനെ കുറച്ച് എഴുതിയാൽ തീരാത്ത, വൈകാരികത കൊണ്ട് അളന്നെടുക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുമായിട്ട് പ്രവാസികൾ ചെല്ലും. അപ്പം ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ, ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഇവർ ഈ പഴയ പാട്ടുകളൊക്കെ ഇപ്പോഴും വയലാറിൻ്റെയും ബാബുരാജിൻ്റെയും ഒക്കെ പാട്ടുകൾ പാടുന്ന ആളുകൾ നമുക്കിങ്ങനെ കാണുമ്പോൾ സത്യത്തിനുള്ളിൽ നമ്മൾ കരഞ്ഞു പോകും. കാരണം സ്വന്തം നാടിൻ്റെ നാട്ടിടവഴികളെ, നാട്ടാഘോഷങ്ങളെ, ഉത്സവങ്ങളെ, പള്ളിപ്പെരുന്നാളുകളെ, പെരുന്നാളുകളെ ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് ഒത്തുകൂടി ഒരു സാമൂഹ്യ നിരീക്ഷണവും, അവർക്ക് ഈ നാട്ടു മനുഷ്യർക്കൊന്നും സെക്യുലറിസമോ മതേതരത്തിനുള്ള വാക്കൊന്നും അറിയില്ല, പാവങ്ങൾ. അവർ
ഒരു അസലായിട്ടൊക്കെ ആഘോഷിച്ചു പോയൊരു ജനത സ്വന്തം ജീവിതത്തിൻ്റെ അതിജീവനത്തിനായിട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ പോയൊരു മനുഷ്യൻ അവിടെ ചെന്ന് അസലായിട്ട് തൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ചു. അദ്ദേഹം തൻ്റെ ബാക്കിയുള്ളവർക്ക് ഒരു നീക്കിയിരിപ്പ് കൊടുക്കും, ചെറുതായാലും മതി, ആ നീക്കിയിരിപ്പ് ഉണ്ടല്ലോ എന്നുള്ളതാണ്. ആ ഒരു വാക്കിന് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത്. അങ്ങേയറ്റം സ്നേഹത്തോടെ എന്താ പറയുക, ഇതുപോലെ ചില കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയുള്ളത് ചെയ്ത് ജീവിതം സുന്ദരമാകട്ടെ, വൈക്കം ബഷീറൊക്കെ പറയുന്ന പോലെ അതിസുന്ദരമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ അർഷാദ് ബത്തേരി, ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന എൻ്റെ സഹപ്രവർത്തകൻ സഖാവ് കെ റഫീഖ്, CPI-എമ്മിൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി, വേദിയിൽ ഉപവിഷ്ടരായ ഷാജി കോട്ടയിൽ, ബിന്ദു ആനന്ദ്, സുരേഷ് താവൂർ, ജയപ്രകാശ്, ടിസി വർഗീസ്, മൊയ്തീൻ, സലീം കുരിയാട്, ബഹുമാനായ എൻ്റെ സുഹൃത്ത് ഹമീദ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, വളരെ അഭിമാനപൂർവ്വമാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഹമീദിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഹമീദ് പണി കഴിപ്പിച്ച ഈ പാർപ്പിട സമുച്ചയം ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരുപാട് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇതിൽ വരണം എന്ന് ഞാൻ തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ പാർപ്പിട സമുച്ചയം, ഈ കെട്ടിടം അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെയും കണ്ണുനീരിന്റെയും ഒക്കെ വിലയാണ്. അല്ലെങ്കിൽ നഗരസഭയിൽ ഒരു തൊഴിലാളിയായി പ്രവർത്തിക്കുമ്പോൾ ഹമീദ് എന്നോടൊപ്പം അലയിലുണ്ട്. ഒരേ മുറിയിൽ ഞങ്ങൾ ഒന്നിച്ച് നിരവധി വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഏതാണ്ട് 4.5 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. ഒരുപക്ഷെ ചുള്ളിയോട് ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് വരുന്നതെങ്കിലും ഏതാണ്ട് ഒരു 40 കൊല്ലം മുമ്പ് എനിക്ക് ഈ പ്രദേശത്തെ കുറിച്ച് ഹമീദിൽ നിന്ന് കേട്ടറിവുണ്ട്. ഹമീദിന്റെ ജ്യേഷ്ഠന്മാരെ കുറിച്ചും എനിക്ക് നേരത്തെ അറിവുണ്ട്. അബ്ബാസ് ഖാ നാടകരംഗത്തെ ഒരു വലിയ പ്രതിഭയായിരുന്നു. റഷീദ് ഖാ പ്രവാസി സംഘത്തിന്റെ വയനാട് ജില്ലാ ഭാരവാഹിയായിരുന്നു. അതുപോലെ തന്നെ നസീറിന്റെ കൂടെ അലയിലുണ്ടായിരുന്നു. ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നത് മാത്രമല്ല, ഹമീദിന്റെ നേരത്തെ അർഷാദ് പറഞ്ഞതുപോലെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ചടങ്ങ് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ പരിപാടിയും മാറ്റിവെച്ച് സ്വാഭിമാനം ഞാനിവിടെ ഓടിയെത്തിയത് എന്ന് വളരെ സന്തോഷത്തോടെ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കാം. ഇത് പ്രവാസത്തിന്റെ കണ്ണുനീരിന്റെ സ്വപ്നങ്ങളുടെ ഒക്കെ കഥയാണ്. ഹമീദ് ഒരുപാട് വായിക്കുമായിരുന്നു. ഞങ്ങളുടെ മുറിയിൽ ഞങ്ങൾ അന്നൊരു റൂം സെറ്റ് ചെയ്യുമ്പോൾ വായിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ സംഘടിപ്പിച്ചത്. എല്ലാ വ്യാഴാഴ്ചകളിലും ഒഴിവുള്ള, വെള്ളിയാഴ്ച ഒഴിവാണല്ലോ, അപ്പോൾ പല ഗൾഫ് മുറികളിലും ചിട്ടുകളിയും അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ മുറിയിൽ വായനാ മത്സരമായിരുന്നു, ജനറൽ ക്വിസ് മത്സരമായിരുന്നു. സാഹിത്യത്തിലെയും രാഷ്ട്രീയത്തിലെയും ചരിത്രത്തിലെയും ഒക്കെ സംഭവങ്ങളെ കുറിച്ചുള്ള മത്സരമായിരുന്നു. അന്ന് ഗൂഗിൾ സെർച്ചൊന്നും സാധ്യമല്ലല്ലോ. അപ്പൊ വായിച്ച് മനസ്സിലുള്ള ഓർമ്മകൾ പരിശോധിക്കാനുള്ള മത്സരം, പ്രസംഗ മത്സരം, നാടകാവതരണം, ഇതൊക്കെയായിരുന്നു. ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായ സാഹോദര്യത്തിന്റെ ഒരു വലിയ കൂട്ടായ്മ. ഞങ്ങൾ ഒന്നിച്ച് നാടകം അഭിനയിച്ചിട്ടുണ്ട്. കരിവള്ളൂർ മുരളിയുടെ തത്തമേ പൂച്ച പൂച്ച എന്ന നാടകത്തിൽ ഞാനും ഹമീദും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഹമീദ് ഒരു നടനാണെന്നോട് ഒരു പക്ഷെ അത് പറഞ്ഞോളുന്നുണ്ട്. നടനാണ്, പക്ഷെ ജീവിതത്തിലല്ല. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കുന്ന ആളല്ല. പച്ചയായ ഒരു മനുഷ്യനാണ്, നന്മ നിറഞ്ഞൊരു മനുഷ്യനാണ്, ഈ നാടിനോട് വലിയ കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഹമീദ് കൃത്യമായ രാഷ്ട്രീയമൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും ഈ നാട്ടിലെ എല്ലാ മനുഷ്യരോടും വല്ലാത്തൊരു സ്നേഹബന്ധമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സാണ് ഹമീദിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പൊ ഞാൻ ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ ക്ഷണിച്ചപ്പോൾ സാധാരണ ഇത്തരം പരിപാടികളൊക്കെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെലിബ്രിറ്റീസൊക്കെയാണ് വരിക. പക്ഷെ ഇതിന് ക്ഷണിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഇതെന്റെ സഹോദരന്റെ തന്നെ ഒരു സ്ഥാപനമാണ്, എൻ്റെ ഒരു ഉറ്റമിത്രത്തിന്റെ ഒരു സ്ഥാപനമാണ് എന്നുള്ളതാണ്
എന്നെയേറെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചത്. അർഷാദ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രവാസികൾ ഈ നാടിന്റെ ശക്തിയാണ്. എല്ലാവരും പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിദേശങ്ങളിൽ അധ്വാനിക്കുന്ന മനുഷ്യര് അവരുടെ വീടുകളിലേക്ക് അയക്കുന്ന പണമാണ്. ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് പണം അയച്ചാൽ നാടിനെന്ത് ഗുണം എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. എന്നാൽ അതല്ല ശരി. ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് ബാങ്കുകൾ വഴി അയക്കുന്ന പണമാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശക്തി. കേരളത്തിന്റെയും ഇന്ത്യയുടെയും. പക്ഷേ ഇന്ത്യ 2008-2009 കാലത്തെ ലോക സാമ്പത്തിക തകർച്ചയിൽ ഉലയാതെ എന്നതിന്റെ ഒരു കാരണമാണ് 124 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ പ്രവാസികൾ ഇവിടേക്ക് അയച്ച പണമായിരുന്നു. അത് നമ്മുടെ നാടിനെ വലിയ തോതിൽ ശക്തിപ്പെടുത്തി. ഇന്ന് കേരളത്തിലേക്കും വലിയ തോതിൽ ആളുകൾ പണം അയക്കുന്നു. ആ പണം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ക്ഷേമത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തി പ്രേരിപ്പിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കേരള ഗവൺമെന്റും ഒക്കെ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളും സാമൂഹ്യക്ഷേമ പദ്ധതികളും ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. കേരളം ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ നിയമവും ഒക്കെ നടപ്പിലാക്കുക വഴി ഇന്ത്യക്ക് നൽകിയ വലിയൊരു വഴികാട്ടലുണ്ട്. ആ വഴികാട്ടൽ പ്രവാസ ജീവിതം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലേക്കും എത്തിക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുമായിട്ടാണ് നമ്മുടെ ആളുകൾ മത്സരിക്കുന്നത്. മലയാളി മത്സരിക്കുന്നത് മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ചാവക്കാട്ടെയും 1ാം തലമുറ പ്രവാസി വേണ്ടത്ര വിദ്യാഭ്യാസമൊന്നുള്ളവരായിരുന്നില്ല. പക്ഷേ അവർ സത്യസന്ധത കൊണ്ട്, സമർപ്പണം കൊണ്ട് അറബികളുടെയും തദ്ദേശീയരായിട്ടുള്ള മനുഷ്യരുടെയും ഹൃദയം കവരുകയായിരുന്നു. എനിക്ക് നേരിട്ട് അറിയുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്ന 95 വയസ്സുള്ള അഹമ്മദ് ഉണ്ണി ഹാജി എന്ന് പറയുന്ന ഒരാളുണ്ട് ചാവക്കാട്. സാബിൽ പാലസിന്റെ ആ പാലസിലെ പ്രധാനപ്പെട്ട കലവറകളുടെ താക്കോൽ ഷെയ്ഖ് റാഷിദ്, ഇപ്പോഴത്തെ ഷെയ്ഖിന്റെ പിതാവ്, അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരുന്നത്. തന്റെ മക്കളെക്കാൾ സ്നേഹിച്ച അവിടുത്തെ ഭരണാധികാരികൾ സ്നേഹിച്ച മലയാളികൾ, അവരാണ് നമ്മുടെ നാടിന്റെ 1ാം തലമുറ പ്രവാസികൾ. ഇന്ന് ആ വിദ്യാഭ്യാസം ഇല്ലാത്ത 1ാം തലമുറ പ്രവാസികളെ പോലെയല്ല ധാരാളം പഠിച്ച് സാങ്കേതിക ജ്ഞാനമുള്ളവരായിട്ട് ഇവിടെ നിന്ന് നമ്മുടെ മലയാളികൾ പോകുന്നുണ്ട്. അവർ യൂറോപ്യരെയും അമേരിക്കക്കാരെയും ഒക്കെ കടത്തി വെട്ടിക്കൊണ്ട് തന്നെ തൊഴിൽ വിപണിയിൽ അവരുടെ സ്ഥാനം നിലനിർത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവാസികൾ ഈ നാടിനെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം സ്വാഭിമാനം പറയുന്നു. ഹമീദ് ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഈ പറയുന്ന തരത്തിലുള്ള വലിയ വൈദഗ്ധ്യവുമായിട്ട് അവിടെ പോയിട്ടുള്ളവരല്ല. പ്രവൃത്തി കൊണ്ട് വൈദഗ്ധ്യം കാണിച്ചവരാണ്. ജീവിതം കൊണ്ട് സത്യസന്ധത പുലർത്തിയവരാണ്. അതുകൊണ്ട് ഈ ഒരു അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ സ്വപ്നത്തിന്റെ പ്രതീകമായ ഈ ഒരു പാർപ്പിട സമുച്ചയം ഈ നാടിന് അഭിമാനമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാവട്ടെ, അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്ക് സന്തോഷം ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ശിരസ് വഹിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തു കൂടിയായിരുന്ന റഷീദ് കുടിയാടൻ മരണപ്പെട്ട ദിവസം ഞാൻ ഓർക്കുകയാണ്. അന്ന് ഞാൻ ബിലായിലാണ്. പക്ഷെ തിരിച്ച് കോയമ്പത്തൂർ ഇറങ്ങി ഇവിടെ വരണമെന്ന് ഉദ്ദേശിച്ചതാണ്. അന്ന് പക്ഷേ നാണോട്ടൻ എന്നോട് പറഞ്ഞു, ഭയങ്കര മഴയാണ്, പ്രളയ സമാനമായ അന്തരീക്ഷമാണ്, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അന്ന് വരാൻ കഴിയാതിരുന്നത്. ഏതായാലും റഷീദ് കെ സ്മരിക്കുന്നു, അബ്ബാസ് കെ സ്മരിക്കുന്നു. ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ നല്ല മനുഷ്യരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് വളരെ അഭിമാനപൂർവ്വം ഈ പാർപ്പിട സമുച്ചയം നാടിന് സമർപ്പിക്കുന്നതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അധ്യക്ഷൻ മുറയിലാൻ പോയപ്പെട്ട എഴുത്തുകാരൻ കൂടിയായ അർഷാദ് ബത്തേരി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് കെ വി അബ്ദുൽ ഖാദർ, വേദിയിലുള്ള മറ്റ് വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ടവർ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരു പ്രൈവറ്റ് ഒരാളൊരു ഇത്തരത്തിലുള്ള സമുച്ചയം ഉണ്ടാകും, അത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഇതുപോലെയുള്ള പരിപാടി നടത്താൻ ഈ പരിപാടിയാണ് എനിക്ക് ഏറ്റവും നല്ല സന്തോഷം നൽകുന്നത്. കാരണം എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു നാടിന്റെ ഒരു സന്തോഷം എന്ന നിലയിലേക്ക് ഒരു പരിപാടി മാറിയത് ഒരു സാമൂഹ്യ ബോധത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇങ്ങനെയുള്ള ഈ നിലയിൽ പരിപാടി സംഘടിപ്പിക്കണം, ഞാൻ അതിനെയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ പ്രവാസികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്.
കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും കരുത്തു പകർന്നത് പ്രവാസികളാണ്. എന്നാൽ ആ പ്രവാസ ലോകത്ത് ഇവിടെ കുടുംബവും കാര്യങ്ങളും എല്ലാം, നാടും കുടുംബവും എല്ലാം വിട്ടുകൊണ്ട് പ്രവാസ ലോകത്ത് ജീവിക്കേണ്ടി വരിക എന്നത് അതിന്റെ പ്രയാസം പ്രവാസ ലോകത്തുള്ളവർക്ക് മനസ്സിലായുണ്ട്. എനിക്കൊക്കെ നല്ലോണം മനസ്സിലായി. ഞാൻ പ്രവാസ ലോകത്ത് പോയില്ലെങ്കിൽ ഇപ്പോഴൊക്കെ പ്രവാസ ലോകത്ത് നന്നായി കഷ്ടപ്പെട്ടാണ്. പക്ഷേ നമ്മൾ ആ ചെറിയ കാലഘട്ടത്തിൽ ചെറുപ്പകാലത്ത് ഉപ്പയുടെ ഒരു സാന്നിധ്യം ഒന്നും അറിയാതെ പോയ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വരിക. അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ വേഗം വന്ന് സ്ഥിതിയൊന്നും ജ്യേഷ്ഠൻ പ്രവാസ ലോകം. അപ്പൊ അവരെല്ലാം അനുഭവിക്കുന്ന പ്രയാസം നമ്മൾ തിരിച്ചറിയും. സാർ നമ്മളിപ്പോൾ അവരെല്ലാം എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരിക്കില്ല അതിന്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ. അപ്പൊ അങ്ങനെ ഉള്ളൊരു പ്രവാസ ലോകത്തെ സ്വന്തം ജീവിതത്തിന്റെ പല ഘട്ടങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയും നാടിന് വേണ്ടിയും ഒക്കെയുള്ള ഒരു ഇടപെടുന്ന നിലയിലാണ്. അതിലേറ്റവും ചില സ്വപ്നങ്ങൾ ചിലരുടെ മനസ്സിലുണ്ടാവും. അത്തരത്തിലൊരു സ്വപ്നമാണ് ഇവിടെ പൂവണിയുന്നത് എന്നത് തീർച്ചയായും സന്തോഷകരമായ കാര്യമാണ്. അത് ഈ നിലയിൽ ഒരു എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്താൻ വേണ്ടി തയ്യാറായതും വളരെ സന്തോഷകരമാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് വിശദീകരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ചടങ്ങ്. പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യമായ ഇടപെടൽ, ഈ കൂട്ടായ്മകളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു ഘട്ടമാണ്. പൊതുവെ ഇപ്പോൾ ജാതിയുടെ, മതത്തിന്റെ, കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള ആ നിലയിലുള്ള കൂട്ടായ്മകൾക്ക് അപ്പുറത്ത് എല്ലാവരും ചേരുന്ന കൂട്ടായ്മകൾ പൊതുവെ നഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ച് ആളുകൾ വർഗീയമായെല്ലാം ചേർന്നിരിക്കാൻ വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, സാഹോദര്യം, ഓരോ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരും. ഇവിടെ വന്നവരും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് മാത്രമല്ല, ഇവിടെ വന്നവർ അതിനേക്കാൾ പ്രധാനപ്പെട്ടവരായിട്ട് ഞാൻ കാണുന്നു. കാരണം ഒരു വ്യക്തിയുടെ ഒരു സംരംഭത്തിൽ നമ്മുടെ സന്തോഷം പങ്കുചേരാൻ നമ്മളും കൂടെ എത്തിച്ചേരുക എന്നത് വലിയൊരു സാമൂഹ്യ ബോധത്തിന്റെയും കൂടെ ഭാഗമായിട്ടാണ്. അതിൽ കൂടെയാണ് എത്തിച്ചേർന്നത് എല്ലാവരും. അപ്പൊ ആ നിലയിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് മറ്റു വിശദാംശങ്ങളെ കിടക്കാതെ ഇങ്ങനെയൊരു സംരംഭം ഇവിടെ ആരംഭിച്ച ഇവിടെ അമീദ് ഉൾപ്പെടെയുള്ള അതിന്റെ ആളുകളെയും തന്നെ സപ്പോർട്ട് ചെയ്യാനെത്തിയ എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ചടങ്ങിന്റെ അധ്യക്ഷൻ സി അർഷാദ് ബത്തേരി ഉദ്ഘാടനം നിർവഹിച്ച എന്തെല്ലാം പ്രിയപ്പെട്ട സഖാവ് പേരി അബ്ദുൽ ഖാദർ, മുഖ്യപ്രഭാഷണം നടത്തിയ സഖാവ് കേരള ഫീക്ക്, മറ്റു വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാർ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിറ്റിക്ക് ഒരു സ്ഥാപനം ഇവിടെ പടുത്തുയർത്തപ്പെടുമ്പോൾ ഒരു വരുമാന മാർഗം എന്നതിലപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായ ഒരു സ്ഥാപനമായി അതിനെ എല്ലാവരും കാണുകയാണ്. മലയാളിയുടെ സംസ്കാരത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അർഷാദ് സൂചിപ്പിച്ചതുപോലെ പലരും കഷ്ടപ്പെട്ട് കോടികൾ മുടക്കി വീടുണ്ടാക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നും പടിപടിയായി മലയാളി മാറിത്തുടങ്ങിയിരിക്കുന്നു. ഇതൊരു ഉദാഹരണം എനിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത്, നമ്മളൊരു വാഹന വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വായ്പ വായിച്ച് തിരിച്ചടക്കാൻ വേണ്ടി കഴിയാതെ വന്ന ഒരു സഹോദരൻ, അതെനിക്ക് കുടിശ്ശിക വന്നു. അങ്ങനെ വണ്ടി മാർവാടി സുഹൃത്തുമാർ പിടിച്ചുപോയി. അവസാനം ഒരു കോംപ്രമൈസ് എന്ന നിലക്ക് നമ്മളെല്ലാം ഇടപെട്ട് സുൽത്താൻബത്തേരി ഒരു ചർച്ച നടത്തിയപ്പോൾ ഇയാൾ പറഞ്ഞിട്ട് അടയ്ക്കാൻ കഴിയാതെ വന്നത് ഞാനൊരു പുതിയ വീട് നിർമ്മിച്ചു. ആ വീട് നിർമ്മിച്ചപ്പോൾ എനിക്ക് വലിയ ബാധ്യത വന്നു. അതുകൊണ്ടാണ് എനിക്കത് തിരിച്ചടയ്ക്കാൻ വേണ്ടി കഴിയാതെ വന്നത്. പറഞ്ഞ സേട്ടുമാരിൽ നിനക്ക് അവിടെ പങ്കെടുത്തൊരു ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഇതാണ് നിങ്ങളുടെ മലയാളിയുടെ കുഴപ്പം. നിങ്ങൾ 1 കോടി രൂപ ഉണ്ടെങ്കിൽ അത് മുടക്കി നിങ്ങളൊരു വീടുണ്ടാക്കും. ഞങ്ങൾ 1 കോടി രൂപയുണ്ടെങ്കിൽ ഞങ്ങൾ 10,000 രൂപ വാടകയ്ക്ക് താമസിക്കും. ആ 1 കോടി 5 വർഷം കൊണ്ട് ഞങ്ങൾ 5 കോടി രൂപയായി അത് വർദ്ധിപ്പിക്കും. അതാണ് മലയാളികളും ഞങ്ങൾ തമ്മിൽ വ്യത്യാസം എന്നാണ് അന്ന് അവരോട് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായ ഒരു വസ്തുതയുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും മലയാളികളുടെ ഒരു സ്വപ്നമാണ് ഒരു വീട് എന്ന് പറയുന്നത്. പക്ഷേ വീട് നിർമ്മിച്ച് കഴിയുമ്പോഴേക്കും വലിയ കടബാധ്യതയിലേക്ക് മാറിപ്പോകുന്ന അവസ്ഥയിൽ പലരും മാറുന്ന സുവിശേഷവും. അത്തരം സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് സംസ്കാരങ്ങൾ, അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റുകളുമെല്ലാം ഇഷ്ടംപോലെ കേരളത്തിൽ ഉയർന്നു വരിക. കേരളമാണെങ്കിൽ ജനസാന്ദ്രത കാര്യത്തിൽ വലിയ വലിയ വർധനവ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ മറ്റു മാർഗങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എന്തുകൊണ്ടും ആശ്വാസകരമാണ്. അതിനുതകുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനം ഇവിടെ പടുത്തുയർത്താൻ വേണ്ടി നേതൃത്വം കൊടുത്ത അമിതയ്ക്കും അതിന്റെ ഭാഗമായി ഇതുപോലെ തന്നെ ഒരു പരിപാടി, ഉദ്ഘാടന പരിപാടി ഉൾപ്പെടെ സംഘടിപ്പിച്ച കൂടിയാണ് ഫാമിലിക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.
പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ അർഷാദ് ബത്തേരി, ഉദ്ഘാടകൻ ഗുരുവായൂർ എംഎൽഎ കൂടിയായിട്ടുള്ള ആദ്യമെൽഎ കൂടിയായിട്ടുള്ള ശ്രീ കെ അബ്ദുൽ ഖാദർ, പ്രിയപ്പെട്ട ശ്രീ റഫീഖ്, ജയപ്രകാശ്, മൊയ്തീൻ കാസ് എന്ന് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇവിടെയുള്ള പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, നല്ലതായ സുഹൃത്തുക്കൾ, അമീദ് കുര്യാടിൻ്റെ അദ്ദേഹം നിർമ്മിച്ച ഒരു സമുച്ചയം എന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിങ്ങനെയാണ്: ഏപ്രിൽ 13 എന്ന ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല ഓർമ്മ മുഹൂർത്തമാണ്. പെൺകുട്ടികളില്ലാത്ത എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മകൾ കയറി വന്ന ദിവസം, അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം. ഒരു 10 പതിറ്റാണ്ട് മുമ്പുള്ള ആ ഓർമ്മകൾക്കുള്ളിൽ മറ്റൊരു അടയാളപ്പെടുത്തലിൻ്റെ ദിവസം കൂടിയാണ്. അപ്പോൾ ഏപ്രിൽ 13 എന്ന് പറയുന്നത് ശ്രീ അമീദ് കുര്യാടിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അദ്ദേഹം ഈ കെട്ടിട സമുച്ചയം സമർപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീ അമീദിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി 89-90കളിൽ ചുള്ളിയോടിന്റെ പ്രദേശത്ത് പൊതുപ്രവർത്തന രംഗത്ത് പിച്ച വെക്കുമ്പോൾ തന്നെ അടുത്ത് ഇടപഴകിയുന്ന കുടുംബമായിരുന്നു സ്കാവ് അമീദിക്കാട് കുടുംബം. അബ്ബാസ് കൈയുണ്ട്, അമീദ് കൈയുണ്ട്, റഷീദ് കുര്യാടുണ്ട്, കുര്യാടുണ്ട്, ഒരുമിച്ച് പ്രവർത്തിച്ച സലീം കുര്യാടുണ്ട് ഉൾപ്പെടെയുള്ള ആ കുടുംബം. അപ്പം അവിടുത്തെ ഇങ്ങോട്ട് ആ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും വളർച്ചയും പ്രവർത്തനവും എല്ലാം അടുത്തും നോക്കിക്കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരു വ്യക്തി എന്നാണ് അമീദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ഇവിടെ പൂവണിയുമ്പോൾ നമ്മുടെ പ്രദേശത്ത് ഒരു സ്വകാര്യ സംരംഭമാണ് ഇപ്പോൾ ഇത്തരമൊരു വികസനത്തിൻ്റെ അടയാളം വരുന്നു എന്ന് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പ്രവാസ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചും അത് നമ്മുടെ നാട്ടിലുണ്ടാക്കിയ മാറ്റങ്ങളെ സംബന്ധിച്ചുമെല്ലാം ശ്രീ അർഷാദും നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി ഉൾപ്പെടെ ചിന്തിപ്പിച്ചു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ അമീദ് ഖാനെ സംബന്ധിച്ച് പ്രവാസ ലോകത്തുനിന്ന് കിട്ടുന്ന ചില്ലിത്തൊട്ടുകൾ തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള സംരക്ഷണ പ്രവർത്തനത്തിന് വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ നാട്ടിൽ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനം ഉൾപ്പെടെ സംഘടിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം പലപ്പോഴും ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകന്മാരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇത്ര നിരവധി സംരംഭങ്ങളിൽ പങ്കാളിയാവാൻ ഞങ്ങൾക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തെ കുറിച്ച് ശ്രീ അബ്ദുൽ ഖാദർ സഖാവ് പറഞ്ഞു, ഇതൊരു നടൻ കൂടിയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെതായ ചെറിയ പുസ്തകം പ്രസിദ്ധീകരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സൈബർ ഇടങ്ങളിൽ ഓരോ എഴുത്തും ഓരോ കുറിപ്പും അദ്ദേഹത്തിലെ എഴുത്തുകാരനെ, മനുഷ്യ സ്നേഹിയെ, പച്ചയായ മനുഷ്യനെ ഒക്കെ നമുക്ക് പലപ്പോഴും കാട്ടിത്തരുന്ന ഒരു അവസരം കൂടിയാണ്. അങ്ങനെയുള്ള ശ്രീ അമീദ് ഖാൻ സംരംഭം ഉള്ളൂരിൻ്റെ പ്രദേശത്ത് ആരംഭിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. നമ്മുടെ നാട് അനുഭവിക്കപ്പെടുന്ന നിരവധി പ്രയാസങ്ങളുള്ളപ്പോൾ കേരളത്തിലെ സർക്കാർ തന്നെ വികസന പ്രവർത്തനങ്ങളിലും നവകേരള സൃഷ്ടിക്കായും ഇത്തരം സ്വകാര്യ മൂലധനങ്ങളിൽ പ്രവാസികൾ കേരളത്തിലെത്തിക്കുന്ന പണത്തെയുമെല്ലാം കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും എന്ന ഗൗരവമൂല്യ ചിന്ത നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ശ്രീ അമീദ് ഖാൻ പോലുള്ളവർ ഇത്തരമൊരു സംരംഭവുമായി നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അമീദ് ഖാൻ എന്ന വ്യക്തിയുടെ ഒരു സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിന് നമുക്കെന്ത് കാര്യം എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. നാടിന്റെ ഒരു പൊതുവായ കാര്യം എന്നാണ് വേണ്ടി ഈ ആളുകളെല്ലാം ഒത്തുചേർന്നത്. പൊതുവായി നിന്നൊക്കെ തൃശ്ശൂർ നിന്നൊക്കെ MLA പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഓടിയെത്തുന്നത് ഇത്തരമൊരു സങ്കല്പത്തിന് അടിസ്ഥാനം. ആ നിലയിൽ ഈ സമുച്ചയ നിർമ്മാണ ചടങ്ങിൽ ഈ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്നവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇത്തരം നിരവധി പുതിയ സംരംഭങ്ങളിൽ പങ്കാളിയാവാൻ അതിന് നേതൃത്വം കൊടുക്കാൻ ശ്രീ അമീദ് ഖായ്ക്ക് കഴിയട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ പരിപാടികളും ആശംസകളും നടത്തുന്നു. സദസ്സിലുള്ള പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ സംബന്ധിച്ചോളം വളരെയധികം ഈ പ്രദേശത്തെ സംബന്ധിച്ചുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. ശ്രീ ഹമീദ് ചെറുപ്പകാലം മുതലുള്ള സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ ആയിട്ട് വളരെ സൗഹൃദമായിട്ടും എന്നാണ്. അബ്ബാസ് കെയൊക്കെ എന്നോടൊപ്പം ഓരോ കമ്മിറ്റിയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളൊക്കെയുണ്ട്. ഹമീദിനെ ഞാൻ തന്നെ 1-2 പ്രാവശ്യം അദ്ദേഹം ജോലിയിൽ അല്ലയിൽ ആണ് അദ്ദേഹം കൂടുതൽ അവിടെ ജോലി ചെയ്യുന്നത്. 1-2 പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ പോകുമ്പോൾ പോയിട്ടുള്ളതാണെങ്കിലും അബുദാബിയിൽ പോയിട്ട് ഒരു കാര്യം ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് അല്ലയിൽ പോയിട്ട് ഞാൻ കുടുംബമുണ്ടായിരുന്നു, അടുത്ത റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അവിടെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി സാധാരണ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ അവിടെ ചെന്ന് അവർ താമസിക്കുന്നിടത്തോ അവർ ജോലി ചെയ്യുന്നവിടെ ചെന്നിട്ട് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത്
വളരെ സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തിന് ഗൾഫിൽ അവിടെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സാമ്പത്തികം ഉദ്ദേശിച്ചാണ് ഇതിനേക്കാൾ എത്രയോ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് അവിടെ ചെയ്യുന്നത്. ഈ മുതൽ മുടക്ക് അവിടെ മുടിക്കാൻ കഴിയും. ഒരു രൂപ ഇവിടെ കിട്ടുമ്പോൾ ഒരു ദിർഹംസ് കിട്ടുന്ന മാതിരിയുള്ള ബിസിനസ് അവിടെ ചെയ്യാൻ കഴിയും. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത ഈ നാടിനോടുള്ള, ഈ പ്രദേശത്തോടുള്ള, തന്റെ ഗ്രാമത്തോടുള്ള ആ പ്രതിബദ്ധതയും ഭാവി തന്നോർക്ക് ഇവിടെ കിട്ടേണ്ട സൗഭാഗ്യങ്ങൾ, അതുപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ അധ്വാനിക്കുന്ന നിശ്ചിത സംഖ്യ ഇവിടെ തന്നെ നിക്ഷേപിച്ചുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ഈ ഗ്രാമത്തിന്റെ ഉയർച്ചയ്ക്ക് പങ്കുവയ്ക്കാൻ അദ്ദേഹം ആ മനസ്സിന് വളരെയധികം, എത്ര നമ്മൾ പറഞ്ഞാലും മതിയാവില്ല, അത്രയധികം വേണം. ഇവിടെയുള്ള ഏത് ഒരു കാര്യമായാലും അദ്ദേഹം അധികം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആരെന്ത് പറഞ്ഞാലും എല്ലാത്തിനും ഇടപെട്ടുകൊണ്ട് കൂടുതൽ സമയം അവിടെ ഗൾഫിലാണെങ്കിലും ഇവിടെ എപ്പോഴും ഉള്ള ആളുകളെ പോലെ തന്നെ നമ്മളോട് സഹകരിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും നിലനിൽക്കുന്ന ആളാണ്. അവിടെ ഒരുപാടുണ്ട്. പലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലൊക്കെ പോകേണ്ടി അവിടെ പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടില്ല, അവിടെ ഏത് വലിയ സ്ഥലത്ത് പോലും ചിലർ എല്ലായിടത്തും ധൈര്യമായിട്ട് കയറി ചെയ്യാനുള്ള അത്രയും സ്വാധീനം അദ്ദേഹത്തിനുണ്ട് അവിടെ, അത്രയധികം. കാരണം നമ്മളെ അവിടെ ആര് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ ഞാൻ അവിടെ പോയ ഒരു അറിഞ്ഞത് അമീദിൽ കൂടെയാണ്. അമീദാണ് സോഷ്യൽ മീഡിയയ്ക്കിടെ മറ്റുള്ളവരെടുത്ത് പോയ ഇവിടെ ഉള്ളവരെ ഞാൻ അവിടെ വന്നിരുന്നു പോയി എന്നുള്ള അറിയിച്ചത് തന്നെ. അപ്പൊ അത്രയും നല്ലൊരു സന്മനസ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ എല്ലാവരും ആർക്കും പറയാവുന്ന, എടുത്തു പറയാവുന്ന ആ ക്യാരക്ടറിന്റെ ഉടമയാണ്. എന്തായാലും നമ്മളുടെ ഈ പ്രദേശത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് അദ്ദേഹം എന്നൊരു കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റിയില്ല. എന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ഇനിയും അദ്ദേഹത്തിന് കഴിയട്ടെ. ഈ സംരംഭത്തിന് എല്ലാവിധ നല്ല ആശംസകളും നമ്മളുടെ എല്ലാ തരത്തിലുള്ള സന്തോഷവും ആശംസയും ഒരു സഹോദരനെ പോലെ അദ്ദേഹത്തോട് സഹോദരൻ്റെ നിലയിൽ അറിയിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ് മാത്രം പറഞ്ഞത്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയങ്കരനായ അർഷാദ് ബഖാരി, അതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെയും അതോടൊപ്പം ഈ ചടങ്ങിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ മുന്നിലെ അബ്ദുൽ ഖാദർ, CPIM-ന്റെ ജില്ലാ സെക്രട്ടറി, പ്രത്യേകിച്ച് ഇത് വന്നപ്പോൾ പറയുകയാണ്, ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല, പക്ഷേ മറ്റുള്ള രീതിയിൽ പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു സുപരിചിതനെ പോലെ ആവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പൊതുപ്രവർത്തകൻ ആ രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കപ്പെടുക. ഇദ്ദേഹം അതുപോലെ ജയപ്രകാശ്, എൻ്റെ സുഹൃത്ത് സുരേഷ് താളൂര്, സുരേന്ദ്രൻ, മധു, DC വർഗീസ് അടക്കമുള്ള സഹപ്രവർത്തകരെ, അതോടൊപ്പം ഈ പ്രദേശത്തെ സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ. ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഈ ഒരു സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പരിപാടി വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നിരുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, അമീദ് ഗൾഫിൽ നിന്നിവിടെ എത്തിയാൽ അമീദിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെയൊക്കെ വയനാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച ജമാൽ സാഹിബിനെ ഓർമ്മ വരും. കാരണം ജമാൽ സാഹിബും അമീദുമായിട്ട് അത്ര ബന്ധങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം എന്നോട് പല പ്രാവശ്യം ജമാൽ സാഹിബ് പല സമയങ്ങളിൽ എന്തെങ്കിലും പൊതുപരിപാടികൾ മറ്റുള്ള മുട്ടിലായാലും സുൽത്താൻ ബത്തേരിയിലുമായാലും ഒക്കെ പങ്കെടുക്കുമ്പോൾ എന്നോട് ചോദിക്കുക, അല്ല അമീദ് വരലില്ലേ, അമീദ് ഉണ്ടോ നാട്ടിൽ? അത്ര കണ്ട് സ്നേഹിക്കുകയും അത്ര കണ്ട് ജമാൽ ഖാനെ വിദേശത്ത് ജമാൽ ഖാൻ ചെല്ലുമ്പോൾ സഹായിക്കുകയും ചെയ്യുക എന്ന ഒരു വ്യക്തിയായിരുന്നു അമീദ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ പൊതുവിഷയങ്ങൾ നമ്മുടെ ഇവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ ഏത് വിഷയത്തിനും ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സാമ്പത്തികമായി ആദ്യം ആരെ കാണണം എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം എൻ്റെ സുഹൃത്ത് കോയ ഉണ്ടാവും, അവരെ സദ്ദാം മക്കളെ ഞങ്ങൾ വരയ്ക്കും പോവാൻ, അമീദ് കൂടെ ഉണ്ടാവും, അമീദ് ഉണ്ടെങ്കിൽ അമീദിൻ്റെ അടുത്ത് പോവാം. അങ്ങനെയുള്ള ഈ വിദേശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ആളുകളെ ഒന്നിച്ചു ചേർക്കാനും അവരെ കൂട്ടിപ്പിടിക്കാനും അവരെ ഒന്നിച്ച് കൊണ്ടുപോകുവാനും കഴിയുക എന്നുള്ളത് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം 1 മാസം 2 മാസം ലീവിന് വരും. അവരുടെ കുടുംബങ്ങൾ, അവരുടെ ചുറ്റുപാടുകൾ അത് കഴിഞ്ഞ് അതേപോലെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം. അതിൽ നിന്ന് വ്യത്യസ്ത ഇവിടുത്തെ എല്ലാ വിഷയങ്ങളിലും പൊതുകാര്യങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ, മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അമീദിനെ ആ ഒരു രീതിയിൽ കാണുകയും അതോടൊപ്പം തന്നെ ഈ
അമീദിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മ വരുന്ന അബ്ബാസ്ക്ക് ഞാൻ സുഹൃത്തായിട്ടുണ്ട്, റഷീദും ഞാൻ സുഹൃത്തായിട്ടുണ്ട്, അത് കഴിഞ്ഞ് അമീദും ഞാൻ സുഹൃത്തായിട്ട്, ഇപ്പം നിലവിൽ നസീർ അതേപോലെ സലീം ഒക്കെ ആയിട്ടുള്ള ആ ഒരു സുഹൃത്ത് ബന്ധം രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താൻ എനിക്കും അവർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതിൽ മറ്റുള്ള രാഷ്ട്രീയങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ചർച്ചയ്ക്ക് വിധേയമാവാറുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം ഞങ്ങൾ ഒന്നിച്ച് ഇവരൊക്കെ സുഹൃത്തുക്കളായും എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അബ്ബാസ്ക്കൊക്കെ പോലുള്ള ആളുകൾ കുറേ ഉപദേശങ്ങളും അതേപോലെ നിർദ്ദേശങ്ങളും, റഷീദൊക്കെ പല ഘട്ടങ്ങളിൽ പല കാര്യങ്ങളിൽ എന്നോട് നിർദ്ദേശങ്ങൾ തരുന്ന ആളുകൾ. ആ ഒരു രീതിയിലേക്ക് അമീദ് ഇവിടെ ഇത്തരത്തിലൊരു സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതൊരു സ്വന്തം ആവശ്യങ്ങൾക്കാണെങ്കിൽ കൂടി ഈ പ്രദേശത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു വികസനത്തെ മാറ്റിമറിക്കുന്നതിലേക്ക് ഈ ഭവന സമുച്ചയം കാരണമായി തീരട്ടെ എന്നും അതോടൊപ്പം തന്നെ അമീദിന് വിദേശത്ത് ഇനിയും പോകാനും, കാരണം 45 വർഷക്കാലം എന്നൊക്കെ പറയുമ്പോൾ ഒരു ജീവിതം തന്നെ അവിടെ അവസാനിക്കുകയാണ്. ഒരു വിദേശത്ത് മറ്റുള്ളതിനൊക്കെ വ്യത്യാസം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ എന്നും നമ്മുടെ കുടുംബത്തോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ 45 വർഷക്കാലം വിദേശത്ത് പോയി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ജീവിതം അവിടെ സമർപ്പിക്കപ്പെട്ട് പോവുകയാണ്. അവർ കൊണ്ടുവരുന്ന തുട്ടുകൾ നമ്മുടെ പ്രദേശത്ത് ഏത് രീതിയിൽ വികസനത്തിന് കഴിയുന്നോ അതായിരിക്കും നമ്മുടെയൊക്കെ ഭാവിയെ സുരക്ഷിതമാക്കുന്നതിന്, കുടുംബത്തെ മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തെ സുരക്ഷിതമാക്കുന്നതിന് പ്രവാസികൾ പ്രത്യേകം താല്പര്യം. എനിക്ക് അറിയാൻ കോയ, അതുപോലെ അമീദ്, ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഹംസാര ഹംസയ്ക്കോടെ ഇരിക്കേണ്ടത് ഇവരൊക്കെ നമുക്കറിയാം, കുഞ്ഞുവാക്ക അതുപോലുള്ള ആളുകളൊക്കെ അവരെ ജീവിതം അവിടെ ഹോമിക്കപ്പെട്ട്, പക്ഷേ ഇവിടുത്തെ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ പൊതുസമൂഹത്തെയും സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളുകളാണ്. ഇനിയും അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസയോടെ നിർത്തുന്നു. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സുഹൃത്ത് അർഷാദ് ബത്തേരി, ഈ ഒരു സമുച്ചയം ഉദ്ഘാടനം ചെയ്ത മുൻ ഗുരുവായൂർ MLA കൂടിയായിട്ടുള്ള അബ്ദുൽ ഖാദർ അവர்கள், ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന CPIM-ന്റെ ജില്ലാ സെക്രട്ടറി, കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവുമായിട്ടുള്ള സുഹൃത്ത് JP, പ്രിയപ്പെട്ട സുരേഷ് താളൂർ, മൊയ്തീൻക, സുരേന്ദ്രേട്ടൻ, മറ്റോടെ എത്തിയിട്ടുള്ള ഞാൻ അറിയുന്ന എല്ലാവരും പറഞ്ഞു, നാട്ടിലെ ഏതൊരു കാര്യത്തിൻ്റെ ഇടപെടലുകൾ ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിനപ്പുറത്തേക്ക് ചില ചിന്തകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം. ഇന്ന് പ്രവാസ ലോകത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി അതിൽ നിന്നും ബാക്കിയാക്കി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ ഏതൊരു കാര്യത്തിനും, അത് നമ്മുടെ തൊട്ടടുത്ത സ്കൂളിൻ്റെ ആവട്ടെ, നമ്മുടെ ക്ലബിൻ്റെ കാര്യങ്ങളാവട്ടെ, ഈ നാട്ടിലെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാവട്ടെ, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന രൂപത്തിൽ ഈ നാട്ടിൽ വലിയ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കി. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു ഗൾഫിൽ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഞാനിങ്ങനെ ചടങ്ങിന് പോകാനുള്ള സമയത്ത് ഇന്ന് ഫായിസിന്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണോ എന്ന് എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചു. എനിക്ക് അറിയില്ലാത്ത ഡേറ്റ്, എനിക്ക് 24 ഡേറ്റ് തന്നെ അടുത്ത് ചിലപ്പോൾ അതും കൂടി ഉണ്ടാവാം, എന്നാൽ പോലും ആ ഒരു സന്തോഷം കൂടി അവിടെ പങ്കുവയ്ക്കുക. അപ്പൊ എന്തുകൊണ്ടും ഒരു നാടിന്റെ വികസനത്തിൽ മുന്നോട്ട് ഉള്ള യാത്രയിൽ അവർക്കൊരു ചെറിയ തൊഴിലിടം പോലും ആക്കിക്കൊണ്ട് ഇത്തരം ഒരു ഉദ്യമത്തിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള മനസ്സും കാണിച്ച അമേരിക്കയ്ക്കുള്ള എല്ലാ അഭിനന്ദനങ്ങളും, ഉത്തരോത്തരം മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ ആശംസകളും എൻ്റെ ഭാഗത്ത് അറിയിച്ചു കൊടുക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ അർഷാദ് ബത്തേരി, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശ്രീ അബ്ദുൽ ഖാദർ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി റഫീഖ്, ഏരിയ സെക്രട്ടറി ശ്രീ ജയപ്രകാശ്, വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് ശ്രീ DC വർഗീസ്, ശ്രീ സുരേഷ് താളൂർ, ശ്രീ മൊയ്തീൻക, മദൻലാൽ, എനിക്ക് മുമ്പിലിരിക്കുന്ന പ്രവാസികളായിട്ടുള്ള മുൻകാല പ്രവാസികൾ, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള സഹോദരന്മാർ, പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ വളരെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. ഞാനൊരു അനുഭവമാണ് പറയുന്നത്. ഈ സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോൾ ചില വരുമാന മാർഗങ്ങൾ അതിൽ പരാമർശിക്കപ്പെട്ടു. ഞാനൊരു 10 വർഷം മുമ്പ്
നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരറ്റമായ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 4.5 വർഷക്കാലം വർഷത്തിൽ ഒരു തവണ യാത്ര ചെയ്തു. കാരണം എൻ്റെ മോൻ അവിടെയാണ് കന്യാകുമാരിയിലാണ് പഠിച്ചത്. അവിടെ ചില അധ്യാപക സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. അവിടെ മലയാളികളെ സംബന്ധിച്ച് കുറഞ്ഞ വരുമാനമാണെങ്കിലും ജീവിത മാർഗം നല്ല രീതിയിലുള്ള ജീവിത സുഖലോലുപരാണ്. വയനാട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവും. പക്ഷെ 2000-2500 സ്ക്വയർ ഫീറ്റ് വീടുകളായിരിക്കും. ഇപ്പം മൂലങ്കാവിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ കുടുംബങ്ങളിലും പ്രവാസികളാണ്, വിദേശത്താണ്. പക്ഷെ അവരുടെ അച്ഛനും അമ്മയും മാത്രമാണ് ആ വീടുകളുണ്ടായിരുന്നത്. അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ ആളുണ്ട്, തൂത്തുവാരാൻ ആളുണ്ട്, വസ്ത്രം കഴുകാൻ ആളുണ്ട്. പക്ഷെ 2 ആളുകളാണ്. പക്ഷെ ആ വീട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ചാൽ ഒരു വീടിനകത്ത് 1500 സ്ക്വയർ ഫീറ്റുള്ള പരമാവധി വീട് 2 കുടുംബം താമസിക്കുന്നത്. 2-3 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കാരണം 2-3 ആളുകളെ അവിടെ ഉണ്ടാവുള്ളൂ. 2-ൽ കൂടുതൽ ആളുകൾ വളരെ കുറവാണ്. അവർക്ക് ആവശ്യമായ ഒരു സ്ഥല സൗകര്യം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 കുടുംബങ്ങൾ എക്സ്ട്രാ താമസിക്കുക. അതൊരു വരുമാന മാർഗമായി സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ മലയാളികൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഇത് പ്രതിപാദിച്ച നമ്മുടെ ആളുകളുടെ ഒരു സംസ്കാരം. അമീദുക ഇവിടെ ഒരു സംശയം പറഞ്ഞു. വയനാട് ജില്ല പോലത്തെ ഒരു പ്രദേശത്ത് ടൂറിസം മേഖലയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംശയം അദ്ദേഹം പണിതത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ സമയത്ത് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ ക്ഷണിച്ച അമീദുക്കയെയും അവരുടെ കുടുംബത്തെ അംഗങ്ങളെയും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പ്രിയമുള്ളവർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള കേരള പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത അബ്ദുൽ ഖാദറിനെ ആദ്യമായി ഈ പരിപാടിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് കെ റഫീഖ്, ഏരിയ സെക്രട്ടറി ജയപ്രകാശ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് മൊയ്തീൻ ഖാൻ, BJPയുടെ നേതാവായിട്ടുള്ള മദൻലാൽ, പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള സുരേഷ് താളൂർ, സുരേന്ദ്രൻ കുഴിമാളം, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള സുഹൃത്തുമായിട്ടുള്ള അർഷദ് ബത്തേരി, കേരള പ്രവാസി സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ശരുൺ മാണി, അതുപോലെ തന്നെ കേരള പ്രവാസി സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് സഖാവ് നാണുവേട്ടൻ, ഈ പരിപാടിയിൽ പങ്കെടുത്തുള്ള മുഴുവൻ ആളുകൾക്കും ഈ പരിപാടിയുടെ സംഘാടക കമ്മിറ്റിയുടെ പേരിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും വർഗീസേട്ടന് മറന്നുപോയി, ക്ഷമിക്കണം, ശ്രീ GC വർഗീസിനും മറ്റ് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ഈ കുടുംബത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടക സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ.